അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ചേർത്തലയിൽ വ്യാപക വെള്ളക്കെട്ട്. മഹാപ്രളയങ്ങളെപ്പോലും അതിജീവിച്ച വീടുകളിൽ വരെ വെള്ളം കയറിയതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലായി. വെള്ളം കയറുന്നതിനെതിരെ നാട്ടുകാർ തോട്ടിലിറങ്ങി പ്രതിഷേധിച്ചു. ചേർത്തല നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന AS കനാലിന് സമീപമുള്ള പ്രദേശങ്ങളിലെ വീടുകളിലാണ് വെള്ളം കയറുന്നത്. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് ഏകദേശം 12 മുതൽ 14 മീറ്റർ വരെ വീതിയുള്ള വലിയ തോട്ടിലെ വെള്ളം വെറും 2 മീറ്റർ മാത്രം വ്യാസമുള്ള ചെറുപൈപ്പുകളിലൂടെ കടത്തിവിടാൻ അധികൃതർ ശ്രമിക്കുന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇത്തരം ചെറിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത് വഴി വെള്ളക്കെട്ടിന് പൂർണ്ണമായ ഒരു ശാസ്ത്രീയ പരിഹാരം ഉണ്ടാകില്ലെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലുള്ള തടയണ പൊളിച്ചുമാറ്റി ആവശ്യത്തിന് പൈപ്പുകൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ തോട്ടിൽ വെള്ളം സുഗമമായി ഒഴുക്കിവിടാൻ പാകത്തിന് ഒരു കലിങ്ക് നിർമ്മിക്കുക എന്നതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. 2018-ലും 2019-ലും ഉണ്ടായ മഹാപ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത വീടുകളിലാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകളും ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങളാണ് ഇതുമൂലം ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത്. പല വീടുകളിലും ശൗചാലയങ്ങൾ പോലും പോകാൻ കഴിയാത്ത വിധം സാഹചര്യം വഷളായിരിക്കുകയാണ്. ഇത്തരം ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കാതെ ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നു. തങ്ങളുടെ വീടുകളിലും പരിസരങ്ങളിലും പൂർണ്ണമായി വെള്ളത്തിനടിയിലായ സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിന് കൃത്യമായൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ വെള്ളത്തിൽ തന്നെ ഇറങ്ങി നിന്ന് പ്രതിഷേധിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. നിലവിൽ സ്ത്രീകളടക്കമുള്ള പ്രദേശവാസികൾ ഹൈവേയുടെ വശങ്ങളിലും വെള്ളത്തിലും ഇറങ്ങി തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ചേർത്തല നഗരസഭയുടെ ഈ നമ്മുടെ ഹൈവേ പാലത്തിൻ്റെ തെക്കുവശത്തുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു 4-5 വാർഡിലെ ജനങ്ങൾ മൊത്തത്തിൽ ഒരു 200ഓളം വീടുകൾ പൂർണ്ണമായിട്ടും വെള്ളത്തിലായിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഹൈവേ നിർമ്മാണത്തിൻ്റെ ഈ അശാസ്ത്രീയത മൂലമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. 2018-ലും 2019-ലും ഉണ്ടായ പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത വീടുകളിൽ പോലും ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥയാണ്. ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സ്ത്രീകളും ചെറിയ കുട്ടികളും ഉള്ള വീടുകളിൽ പോലും ഒന്ന് ശൗചാലയത്തിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു 12-14 മീറ്റർ വീതിയുള്ളൊരു തോടിനെ ഒരു 2 മീറ്റർ വ്യാസമുള്ള ചെറിയ പൈപ്പിലൂടെ കൊണ്ടുപോകാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു പരിഹാരം ആകത്തില്ല. ഇത്രയും വലിയൊരു തോടിനെ ചെറിയ 2 പൈപ്പുകളിലൂടെ കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വെള്ളക്കെട്ട് പൂർണ്ണമായിട്ട് ഒഴിവാകത്തില്ല. ഇത് ശാസ്ത്രമായൊരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന തടയണ പൊട്ടിച്ചുകൊണ്ട് ഒന്നെങ്കിൽ ആവശ്യത്തിലേറെ പൈപ്പുകൾ സ്ഥാപിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ ഒരു കലിങ്ക് പോലെ നിർമ്മിക്കണം.